പത്തനംതിട്ടയിൽ എത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ റിവ്യൂ മീറ്റിംഗ് നടത്തും എന്നാണ് അറിയുന്നത്. അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മാർട്ടിൻ വിവരങ്ങളുമായി ചേരുന്നു. മാർട്ടിൻ, ഇനി എന്താണ് മുഖ്യമന്ത്രി ചെയ്യാൻ പോകുന്നത്? അജിംസ്, ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടും ജില്ലാ കളക്ടറുമായിട്ടും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മുഖ്യമന്ത്രി ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്കും റാന്നി പ്രദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ദുരന്തമുണ്ടായ പ്രദേശങ്ങളാണ് ആറന്മുള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ കോഴഞ്ചേരി പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നില്ല അല്ലെങ്കിൽ സന്ദർശിച്ചില്ല എന്നതിനെ പറ്റി വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ന് ആറന്മുളയിലും എത്തിയിരിക്കുന്നത്. ഇപ്പൊ കോഴഞ്ചേരി ദർശനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തുകയും ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ആയിരിക്കും മുഖ്യമന്ത്രി തൊട്ടടുത്ത് തന്നെയുള്ള ആറന്മുളയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക. അതിനുശേഷം അവിടെ നിന്ന് പിന്നീട് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ക്യാമ്പിലേക്ക് അദ്ദേഹം പോവുകയും അവിടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും അവിടുത്തെ അന്തേവാസികളെ നേരിട്ട് കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി കോന്നിയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സ്ഥലമായിരുന്നു കോന്നി. ഈ കോന്നിയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നു. അതിൽ തന്നെ വലിയ തോതിലുള്ള പരാതികളും ഉയർന്നിരുന്നു. ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായ ഒരു പ്രദേശം കൂടിയായിരുന്നു റാന്നി. ഈ റാന്നിയിൽ ടൗണിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മീറ്റിംഗിന് ശേഷം അല്ലെങ്കിൽ ഇവിടുത്തെ ക്യാമ്പുകളുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം നേരെ പോകുന്നത് റാന്നിയിലേക്കായിരിക്കും. എന്തായാലും റാന്നിയിൽ ചെന്നിട്ട് ശേഷം അവിടെയുള്ള ജനങ്ങളെ നേരിട്ട് കാണുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും വ്യാപാരികളോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇവിടെ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ സഹായം എത്തിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിന് ശേഷമായിരിക്കും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾ അടക്കം എടുക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും എത്ര സഹായം എത്തിക്കണം, എത്ര അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇതിന് ശേഷം ഈ മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഒരു പക്ഷേ ചിലപ്പോൾ പത്തനംതിട്ടയ്ക്ക് ആശ്വാസകരമായിട്ടുള്ള കൂടുതൽ പദ്ധതികളോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമോ എന്നുള്ള വിവരങ്ങൾ ഇതിന് ശേഷമായിരിക്കും ലഭ്യമാകുക. ശരി, മാർട്ടിൻ.